നിലവിലെ റെയിൽ സംവിധാനത്തിന്റെ അപര്യാപ്തത തിരിച്ചറിഞ്ഞാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് LDF സർക്കാർ തുടക്കം കുറിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ തിമിരം ബാധിച്ച പ്രതിപക്ഷവും BJPയും പദ്ധതിയെ കണ്ണടച്ചെതിർത്തു. എന്നാൽ BJPയും കോൺഗ്രസും ഇപ്പോൾ പറയുന്നത് അതിവേഗ റെയിൽ കൊണ്ടുവരുമെന്നാണ്. റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി ശരത്ചന്ദ്രൻ ചേരും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 529 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ സ്റ്റാൻഡേർഡ് ഗേജ് പാത നിർമ്മിച്ച് ശരാശരി 200 കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാനാണ് കെ-റെയിൽ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. യഥാസമയം ദീർഘദൂരയാത്ര എളുപ്പമാക്കുകയും യാത്രാസമയം കുറയ്ക്കുകയും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് വേഗം കൂട്ടുകയും ചെയ്യുമെന്ന് സർക്കാർ ഈ പദ്ധതിയിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുടക്കം മുതലേ കെ-റെയിലിനെതിരെ പ്രതിപക്ഷം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഭൂമിയെടുപ്പ്, സാമ്പത്തിക ഭാരം, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എതിർപ്പ്. അതേസമയം ശ്രീധരന്റെ അതിവേഗ റെയിൽപാതയോട് പ്രതിപക്ഷത്തിന് ഒട്ടും എതിർപ്പില്ല. അതിവേഗ റെയിൽപാതയേക്കാൾ താരതമ്യ കെ-റെയിൽ മികച്ച പദ്ധതിയായി നിലനിൽക്കുമ്പോഴും കേന്ദ്ര ബജറ്റിൽ പരാമർശിക്കപ്പെടുക പോലും ചെയ്യാതെ പോയ ശ്രീധരന്റെ അതിവേഗ പാതയോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത്. കേരളത്തിൽ വികസന പദ്ധതികൾ വരുമ്പോൾ പ്രതിപക്ഷം എന്നും എതിർക്കുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് സമാന പദ്ധതികൾ വരുമ്പോൾ അനുകൂലിക്കുന്നു. സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വഴിയൊരുക്കുന്ന പദ്ധതികളെ രാഷ്ട്രീയ നേട്ടത്തിനായി തടയാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റേത്. കേരളത്തിന്റെ പേരിൽ വലിയ വികസന പദ്ധതികൾ നടപ്പാകുന്നത് പ്രതിപക്ഷത്തിനും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന സതീശനും അംഗീകരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് കെ-റെയിലിനെതിരെ പ്രതിഷേധമെന്നും ഇവിടെ വ്യക്തമാണ്. ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രികയിൽ അതിവേഗ റെയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ദീർഘദൃഷ്ടിയോടെ കെ-റെയിൽ പദ്ധതിക്ക് രൂപം നൽകിയ ഇടതുമുന്നണിയെ വൈകിയാണെങ്കിലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് BJPയ്ക്കും UDFനും. ന്യൂസ് ഡെസ്ക്, കൈരളി.